അങ്ങനെ നമ്മുടെ ബാംഗ്ലൂർ പോറ്റി, ബാംഗ്ലൂർ സ്വാമി, ബാംഗ്ലൂർ നമ്പൂതിരി ആരെയൊക്കെയാണ് പോറ്റിയതെന്ന് നമുക്കിപ്പോൾ അറിയാൻ കഴിയും. അദ്ദേഹം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പിടിച്ചപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി കൃത്യമായി പറഞ്ഞിരിക്കുന്നത്, ഞാൻ മാത്രമല്ല ഇതിൻ്റെ പേരിൽ എന്നെ കുടുക്കിയതാണ്, ഒരുപാട് ആളുകൾ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2 മുതൽ 4 കിലോ വരെയുള്ള സ്വർണം സ്മാർട്ട് ക്രിയേഷൻ്റെയൊക്കെ സഹായത്താൽ വേതാളങ്ങളെല്ലാം കൂടി അടിച്ചു മാറ്റിയതിന് ശേഷം അത് കൃത്യമായി പങ്കുവച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് തൈര് പോലും കൊടുക്കുന്നില്ല. റാന്നിയിലെ എസ് പി ഓഫീസിനടുത്തുള്ള ഒരു തൈര് കടയിൽ ചെന്ന്, ഈ തൈരെല്ലാം കിട്ടുന്ന ഒരു കടയിൽ ചെന്നൊരു ബീന എന്ന് പറയുന്ന വീട്ടമ്മ നടത്തുന്ന കടയാണ്, അവരാണ് അവിടെ സാധനമൊക്കെ എടുത്തു കൊടുക്കാൻ നിന്നത്. അവരോടൊരു തൈര് ചോദിച്ചിട്ട് ഇത് ആർക്കാന്ന് ചോദിച്ചു, അത് ഇന്ന ആളിനാന്ന് പറഞ്ഞപ്പോൾ തൈര് പോലും കൊടുക്കുന്നില്ല. അവൻ അങ്ങനെ തൈരൊന്നും കഴിക്കണ്ട, അവൻ നോൺ വെജ് ആയിരിക്കും എന്നൊക്കെ ഉള്ള നിലയിൽ ആളുകൾ പോലും എതിർപ്പ് പറയുന്ന ശബരിമല അയ്യപ്പൻ്റെ കാര്യമാണ് ആയതുകൊണ്ടായിരിക്കും എല്ലാവരും എതിർപ്പ് പറയുന്ന നിലയിലേക്കാണ്. എന്തൊക്കെയാണ് മോഷണം നടന്നിരിക്കുന്നത്? വനിതാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ, അതാണ് തമാശ. ഒരുപാട് വനിതാ ഉദ്യോഗസ്ഥരും ഉണ്ടല്ലോ ദേവസ്വം ബോർഡിലൊക്കെ പ്രധാന പോസ്റ്റുകളിലൊക്കെ. അവരുൾപ്പെടെ ഇതിനകത്ത് ചെന്നപ്പെട്ടിരിക്കുന്നു എന്നാണ് കേൾക്കുന്നത്. അവരുൾപ്പെടെ പൈസ മേടിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ പൊന്ന് മേടിച്ചിരിക്കുന്നു. ശബരിമല അയ്യപ്പൻ്റെ അല്ലാത്ത പൊന്നാണെങ്കിൽ അവിടെ നിന്നുള്ള യഥാർത്ഥത്തിലുള്ള പൊന്ന് വിതരണം ചെയ്യുമ്പോൾ അത് വാങ്ങിച്ച് ആദ്യം നിങ്ങൾ വാങ്ങിച്ചിട്ടേ നിങ്ങൾ വെളിയിൽ കൊടുക്കുകയുള്ളൂ. ശരിയാണ്. പിന്നെ മാത്രമല്ല അവിടെ ദർശനമുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടേ അയ്യപ്പനെ മറ്റുള്ള സാധാരണക്കാരനെ കാണാൻ അനുവദിക്കുകയുള്ളൂ. അതെല്ലാം സമ്മതിച്ചു. നിങ്ങളെ ബന്ധുമിത്രാദികളും കണ്ടിട്ടേ, ദേവസ്വം ബോർഡിൻ്റെ ആളുകൾ കണ്ടിട്ടേ വെളിയിൽ ആളുകളെ കാണാൻ സമ്മതിക്കൂ. അതെല്ലാം സമ്മതിച്ചു. പക്ഷേ നിങ്ങളവിടുത്തെ സ്വർണം, അടിച്ചു മാറ്റിയ സ്വർണം, മോഷ്ടിച്ച സ്വർണം, കട്ടെടുത്ത സ്വർണം, അതിൻ്റെ പങ്ക് പറ്റിയവർ, അതാരായാലും അവരെ നമുക്ക് പൊറുക്കാനാകില്ല. അതുകൊണ്ട് വളരെ കൃത്യമായി ഇതിനകത്ത് നടപടി ഉണ്ടായേ കഴിയൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. വളരെ കൃത്യമായ നടപടി ഉണ്ടാകണം. പക്ഷേ ഇത് ഉണ്ണികൃഷ്ണനിലും കുറച്ച് ഉദ്യോഗസ്ഥരിലും മാത്രം ഒതുങ്ങുമോ, അതോ അതിനപ്പുറമുള്ള മാനം ഇതിനകത്തുണ്ടോ? ആരാണ് ഇവർക്ക് പൊളിറ്റിക്കൽ പാട്രണേജ് കൊടുക്കുന്നത്? അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുണ്ടായിരുന്നോ? ദേവസ്വം ഉണ്ടെന്ന് ഞാൻ അഭിപ്രായം പറയുന്നത്. കാരണം ഇല്ലാത്ത തെളിവിന് നമ്മൾ ആരെയും ആരോപിക്കേണ്ട. പക്ഷേ കാര്യങ്ങൾ സത്യസന്ധമായി നമ്മൾ മനസ്സിലാക്കണ്ടേ. കഴിഞ്ഞ 10-25 വർഷമായി ശബരിമലയിൽ നിന്ന് ഇങ്ങനെ ഓരോ സാധനങ്ങളായി എടുത്തുകൊണ്ട് പോകുമ്പോൾ, അവിടുത്തെ ഓരോ കാര്യത്തിലും കള്ളത്തരങ്ങൾ കാണുമ്പോൾ, 50 ലക്ഷം രൂപ കൊടുത്താലേ മേൽശാന്തി ആകാൻ പറ്റും, അല്ലെങ്കിൽ മേൽശാന്തി ആകുന്ന ആൾ ചെക്ക് കൊടുക്കണമെന്ന് പറയുമ്പോൾ, കീഴ്ശാന്തി ആകുന്ന ആളുകൾ ചെക്ക് കൊടുക്കണമെന്ന് പറയുമ്പോൾ, അവിടുത്തെ തേങ്ങാ വ്യവസായത്തിൽ അല്ലെങ്കിൽ തേങ്ങ കൊണ്ടുവരുന്നതിൽ 1.5 കോടി തേങ്ങ വരുന്നത്, 60 കോടി രൂപയുടെ തേങ്ങ വരുന്നതിൽ, അതിൻ്റെ കൊട്ടേഷനിൽ, അതിൻ്റെ ലേലത്തിൽ, അതുപോലെ തന്നെ അവിടെ വരുന്ന സാമ്പ്രാണിത്തിരി, മറ്റ് നെയ്യ്, പിന്നെ ശർക്കര തുടങ്ങിയ ഒരുപാട് വസ്തുക്കൾ വരുന്ന സ്ഥലമാണ് ശബരിമല. കോടിക്കണക്കിന് രൂപയുടെ അതിലെല്ലാം വെട്ടിപ്പ് നടത്തുന്ന, ഭണ്ഡാരത്തിൽ വെട്ടിപ്പ് നടത്തുന്ന, ധനലക്ഷ്മി ബാങ്ക് പോലുള്ള സ്ഥലത്ത് 2 അക്കൗണ്ട് തുറന്നിട്ടുള്ള, 2 എന്ന് പറഞ്ഞാൽ 1-ലധികം അക്കൗണ്ട് തുറന്നിട്ടുള്ള, ഒരു അക്കൗണ്ടിലേക്ക്, പ്രധാന അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ശബരിമല അക്കൗണ്ടിലേക്ക്, ദേവസ്വത്തിൻ്റെ അക്കൗണ്ടിലേക്ക് കുറേ പണം പോകും. അതേ ദിവസം തന്നെ, അതേ സമയത്ത് തന്നെ മറ്റ് ചില വ്യക്തികളുടെ അക്കൗണ്ടിലേക്കും പണം പോകും. എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? ഭണ്ഡാരപ്പെട്ടി തുറക്കുന്നിടത്ത് വിജിലൻസ് കമ്മീഷണർക്ക് അനുവാദമില്ല കയറാൻ. എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്? ആരാണ് വന്ന് ഇത് പറയുന്നത്? നമ്മളാരും പറയുന്നതല്ല. മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങൾ, ഇതിൽ കൈയിട്ട് വരാത്തവർ, മുൻ ദേവസ്വം ബോർഡ് വിജിലൻസ് കമ്മീഷണർ ഒക്കെയാണ് വന്നിരുന്ന് പറയുന്നത്, ഇതാ ഇവിടെ കള്ളമാണ് നടക്കുന്നത്, കൊള്ളയാണ് നടക്കുന്നത് ഈ ക്ഷേത്രത്തിൽ. കോടിക്കണക്കിന് 450 കോടി രൂപ വരെ വരവുള്ള 10-400 കിലോ സ്വർണം റിസർവ് ബാങ്കിൽ കൊണ്ടുവച്ചിട്ടുള്ള വലിയ ഒരു അമ്പലമാണത്. ആ അമ്പലത്തിന് ഏതെല്ലാം രൂപത്തിലാണ് കാനനവാസന നശിപ്പിക്കാൻ ശ്രമിച്ചത്. ഒരു കാലത്ത് തീയിട്ടു, 1902-3 കാലങ്ങളിൽ തീയിട്ടു. 50-51 കാലങ്ങളിൽ അവിടുത്തെ വിഗ്രഹം അടിച്ചു പൊട്ടിച്ചു. എന്തെല്ലാം ചെയ്തിട്ടും വളരെ പ്രഭയോടുകൂടി അത് നിൽക്കുകയും കേരളത്തിലെയും ഇന്ത്യയിലെയും ഭാരതത്തിലെയും ലോകത്തിലെയും ഒരുപാട് വിശ്വാസികൾക്ക് ആശയും ആവേശവുമായി നിൽക്കുന്ന കാനനവാസനെ വെറുതെ വെട്ടിക്കുക. എന്തായാലും അയ്യന് പണിഞ്ഞവർക്കെല്ലാം പണി കിട്ടിയിട്ടുണ്ട്, കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷേ എന്തായാലും വളരെ ഗുരുതരമായ പ്രതിസന്ധിയാണ് പോറ്റിയിലൂടെ വെളിയിൽ വരുന്നത്. പോറ്റിയെ വളരെ കൃത്യമായി ചോദ്യം ചെയ്ത് എല്ലാം വെളിയിൽ കൊണ്ടുവന്നുകൊണ്ട് ഒരു തരി പൊന്നെങ്കിലും ശബരിമലയിൽ നിന്ന് ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ മുഴുവൻ പേരെയും കയ്യാമം വെച്ച് ജയിലിലടയ്ക്കുന്ന കാര്യങ്ങൾ നടന്നാൽ അതായിരിക്കും ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ സന്ദേശം. SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കോടതി വച്ചിരിക്കുന്നത് കൊണ്ട് ചെറിയൊരു പ്രതീക്ഷയുണ്ട്. അപ്പോഴും കേന്ദ്ര ഏജൻസികൾ വരണം എന്നുള്ള മുറവിളി കൊണ്ട് പ്രസിഡന്റ് ഇടപെടണമെന്നുള്ള നിർദ്ദേശം വരുന്നു, കേന്ദ്രം ഇത് ഏറ്റെടുക്കണമെന്നുള്ള നിർദ്ദേശം വരുന്നു, CBI വരണമെന്നുള്ള നിർദ്ദേശം വരുന്നു, ഒരുപാട് ചർച്ചകൾ വരുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സംഭവിക്കുക. അയ്യനെ ആരും രക്ഷിക്കേണ്ട, സ്വയം രക്ഷപ്പെട്ടോളൂ. അയ്യന് പണിതാൽ അയ്യൻ പണിയും. അതല്ലേ ചരിത്രം.